ഹേ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല കുഞ്ഞൻ മത്തിയും കൊണ്ട് അടിപൊളിയൊരു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പീരയാണ് കേട്ടോ, മത്തിപ്പീര. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസ് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ മത്തി ഇവിടെ കഴുകി വെട്ടി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനായിട്ട് നല്ലൊരു അരപ്പ് വേണം. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്തിയുടെ സീസണാണല്ലേ. നല്ല പൊടി മത്തിയാണ്, നല്ല ടേസ്റ്റാണ്. അത് വറുത്താലും നല്ലതാ, കറി വെച്ചാലും അതിനേക്കാളിലൊക്കെ നല്ലത് പീര വെച്ചാലാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങളെ. എന്നിട്ട് വേണ്ട, ഞാൻ മഞ്ഞൾപ്പൊടിയുടെ കൂടെ 2 സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് എല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് അരച്ചെടുക്കാം. ഒരുപാടങ്ങ് അരയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് 2-3 കറക്കി എടുക്കുക, അത്രയും മതി കേട്ടോ. നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിന് ഒരു പ്രശ്നം, അതുകൊണ്ടാണ് ഞാൻ വലിയ ജാറിൻ്റെ അകത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുന്നത്. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതുപോലൊരു 3 കറക്ക് മാത്രം കൊടുക്കുക. പിന്നെ ഞാനൊരു ചെറിയൊരു പാത്രത്തിൻ്റെ അകത്തോട്ട് 2 കഷ്ണം പുളി ഇട്ടിട്ടുണ്ട്, കുടംപുളിയാണ്. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു ചീൻചട്ടി എടുത്ത് അടുപ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, ചക്കിലാട്ടിയ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള തേങ്ങായും കൊണ്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ. അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റാണ്, കുഞ്ഞായിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മത്തിപ്പീര. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേന് കുറച്ച് കരിയാപ്പലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേന്, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേന് നമുക്ക് സവാള ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാവേ. ഒരു സവാള എടുത്തിട്ട് ബാക്കി കുറച്ച് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞിടുവാണെങ്കിൽ നല്ലതായിരിക്കുമേ. അപ്പം ഞാനിവിടെ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാനിവിടെ 2 സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെയുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. അപ്പോൾ സവാളയുള്ളി പെട്ടെന്ന് വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു അളവാകുമ്പോഴത്തേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ വേണ്ടേ, നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ നല്ലൊരു മണം വരും കേട്ടോ. ഈ ഈ സവാളയ്ക്കകത്തോട്ട് ഈ തേങ്ങയും ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു സൈസ് മൊരിഞ്ഞ പോലത്തെ ഒരു നല്ലൊരു മണം വരുവേ. അപ്പോൾ വേണ്ട, നമ്മൾ ഇതിന് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ. പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടല്ല ആ പുളിയില്ലേ, ആ പുളിയും നമ്മളെടുത്ത് അത്രയും വെള്ളവും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പൊടിമത്തിയില്ലേ, അത് ചെറുതായിട്ട് ഒരു 2 പീസൊക്കെ ആക്കി അരിഞ്ഞേക്കുന്നതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ശകലം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതങ്ങോട്ട് എല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചോറ് അപ്പുറത്തിരുന്ന് വെന്തുകൊണ്ടിരിക്കുവാണ്. മത്തങ്ങായും പയറും കറി വെച്ചിട്ടുണ്ട്, മീൻ വറുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കറി. അപ്പം മത്തങ്ങയുടെയും പയറിൻ്റെയും ഞാൻ ആ കറി സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ആ കറിയുടെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരൊക്കെ ഒന്ന് കയറി കാണുക കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അന്നേരം വേണ്ട, നമ്മൾ മത്തിയൊക്കെ ഇട്ട് നന്നായിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ആ മിക്സിയുടെ ജാറിൻ്റെ അകത്തുള്ള ആ തേങ്ങയൊക്കെ ഒന്ന് കഴുകി നമ്മൾ മത്തി പീരയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം മതി. മീനൊക്കെ നന്നായിട്ട് വെന്ത് വരാനായിട്ടാണ് കേട്ടോ.
എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് തുറന്നു വെച്ചുകൂടി ഇതൊന്ന് തോർത്തിയെടുക്കണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. അപ്പോൾ ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.